തൃശ്ശൂര് പൂരൊരു പൂരാടി പെണ്ണ് പാറമേക്കാവൊരു കാവേ പാറമേക്കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടോ തൃശ്ശൂര് പൂരൊരു പൂരാടി പെണ്ണ് പാറമേക്കാവൊരു കാവേ കാവേ പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടോ വെഞ്ചാമരം പോലെ ചേലല്ലേ പെണ്ണിന്റെ വാർമുടി കെട്ടൊന്നു കാണാൻ വെഞ്ചാമരം പോലെ ചേലല്ലേ പെണ്ണിന്റെ വാർമുടി കെട്ടൊന്നു കാണാൻ ആലവട്ടം പോലൊരാട്ടല്ലേ പെണ്ണിന്റെ ചാടുന്ന നീർമിഴിപ്പീലി ആലവട്ടം പോലൊരാട്ടല്ലേ പെണ്ണിന്റെ ചാടുന്ന നീർമിഴിപ്പീലി രാഗിമിനുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനക്കൂട്ടമാണേ രാഗിമിനുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനക്കൂട്ടമാണേ ചാട്ടുളി കണ്ടോണ്ട് കണ്ടാൽ കൊതിക്കണ നോട്ടമതാ പെണ്ണെറിഞ്ഞേ ചാട്ടുളി കണ്ടോണ്ട് കണ്ടാൽ കൊതിക്കണ നോട്ടമതാ പെണ്ണെറിഞ്ഞേ ആ കാവേ ചോക്കുന്ന പൂങ്കാവിൽ ചേലൊത്ത മേളക്കൂട മാറ്റം കാണാം താളത്തിൽ ചോക്കുന്ന പൂങ്കാവിൽ ചേലൊത്ത മേളം കൂട മാറ്റം കാണാം വടക്കുന്നാഥൻ തിരുമുറ്റത്തൊരുക്കിയ പന്തല് കാണാടി പെണ്ണേ വടക്കുന്നാഥൻ തിരുമുറ്റത്തൊരുക്കിയ പന്തല് കാണാടി പെണ്ണേ ശ്രീഹരി എന്നിട്ടായിരുന്നു തൃശ്ശൂര് സോങ് തന്നെ എടുത്തല്ലേ? അടിപൊളിയായിരുന്നടാ. എന്താണ് ആ സോങ് തന്നെ എടുക്കാനുള്ളൊരു കാരണം? അവനൊരു തൃശ്ശൂര് ആളല്ലേ, എടുക്കണ്ടേ? ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക്ക, ശ്രീഹരി നന്നായിട്ട് പാടിയാടാ. ഒരു ഈ പറഞ്ഞ പോലെ ഡാൻസേഴ്സും ബാക്ക് ഡ്രോപ്പും
എല്ലാം ഒരു ഗ്രീൻ ഒക്കെ വന്നത് അതെ 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 ഭയങ്കര രസമുള്ള ഒരു മൂഡായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പിന്നെ കോറസ് സിംഗേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗുഡ് സിംഗിങ്. ശ്രീഹരി, എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഈ ഹൈസ് പോകുമ്പോൾ ഒരു സ്ക്രാച്ച് വരുന്നുണ്ട്. ഇതാണെങ്കിൽ കുറേ ഭാഗങ്ങളൊക്കെ എല്ലാ വരികളിലും ഉണ്ടല്ലോ ആ ഒരു പോർഷൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ മാത്രം നമുക്കൊരു സ്ക്രാച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മേജർ പിച്ച് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, പൂരപ്പറമ്പാകെ നട്ടം തിരിച്ചെന്നെ മാഞ്ഞു മറഞ്ഞോൾ ആ അവിടെ ആണ് ഒരു ഔട്ട് പോലെ ഫീൽ ചെയ്തത്. എനിക്കൊന്ന് അത് ഇങ്ങനെ പാടി വന്ന് സ്ട്രെയിൻ ബിൽഡപ്പായി ആയതായിരിക്കും. ചുമ്മാന്റെ ഒരു ഇതുണ്ടായിരുന്നു കഫക്കെട്ട്. ആണോ? ആ ഓ, എന്നിട്ട് അതിന് മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ നീ? അല്ല, അപ്പൊ പോയപ്പോ വോയിസ് ചേഞ്ചിന്റെ. ഓക്കെ, അതല്ലാതെ വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല ഓൾ ഉണ്ടായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. ഡാൻസേഴ്സും എല്ലാവരും കൂടെ ഒരു തൃശ്ശൂർ പൂരം അതെ ഒരു സെറ്റ് ആക്കിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരത് സർ. മക്കളെ ഓ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. എനിക്കിഷ്ടമായി നീ പാടിയത് കേട്ടോ. ഇപ്പോൾ ഈ ഷാൻ പറഞ്ഞ പോലെ ഈ ടോപ്പ് പോർഷൻ അത് മോനെ ശബ്ദം മാറുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ലാസ്റ്റ് ആ പൂരം അതൊക്കെ വന്നപ്പോഴാണ് ഒരു വല്ലാണ്ട് നമുക്ക് ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ ചേരാണ്ടിരുന്നത്. ആ മാഞ്ഞു പറഞ്ഞു. അത് കുഴപ്പമില്ല മോനെ, അതുകൊണ്ട് നമുക്ക് ശബ്ദം എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ ഇടയ്ക്ക് ഈ കാവേ എന്നൊക്കെ പാടുന്നത് അത് ഭയങ്കര റൊമാൻറ്റിക് ആയിപ്പോയോ ആ ഫോക്ക് വിട്ടിട്ട് എന്ന് എനിക്ക് തോന്നി. കാവേ വരുമോ ആ ലെവൽ കാവേ ആ ഒരു കുറച്ചും കൂടെ എർത്തിയാവണ്ടേ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചോദ്യം. ആമേ റൈറ്റ് ഓർ റോങ്? അത് ശരി തന്നെയാണ്. കാവേ നീ വരുമോ അതല്ലല്ലോടാ ഫീല്. കാവേ ആ കുറച്ചും കൂടെ ഇതെനിക്ക് അതാണ് ഫീൽ ചെയ്തത്. കുറച്ചും കൂടെ മണ്ണിൻ്റെ മണമാകാമായിരുന്നു. ബാക്കിയെല്ലാം നന്നായിരുന്നടാ. പിന്നെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഐശ്വര്യമായ പാറു പറഞ്ഞതുപോലെ പാറമേക്കാവും ആ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് അയ്യോ അസാധ്യ ഫീലാണ്. ഓക്കെ, താങ്ക് യു ശരത് സർ. താങ്ക് യു സാർ. അടുത്ത തൃശ്ശൂർക്കാരനല്ലാത്ത ഉണ്ണി സർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു ശ്രീ. എല്ലാവരും കൂടി ഡാൻസേഴ്സും കോറസ് സിംഗേഴ്സ് ആയാലും ശരി, ശ്രീഹരിയുടെ സിംഗിങ്ങും നന്നായിരുന്നു. ഈ പാട്ടിന് ശരിക്കും ഈ ഒരു വോയിസ് കുറച്ചൊരു അടച്ച ശബ്ദം എനിക്കൊരു റസ്റ്റിക് ഫീൽ കിട്ടിയ മാതിരി ഉണ്ട്. ഇറ്റ് വാസ് നൈസ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ തോന്നിച്ചാൽ ചില മേളിൽ പാടുന്ന ചില സ്ഥലങ്ങൾ കുറച്ച് ഷാർപ്പായി പോകുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങൾ എസ്പെഷ്യലി ഫസ്റ്റ് പല്ലവി ചരണം, പിന്നെ ഇടയ്ക്ക് അങ്ങനെ ശരിയാവുന്നുണ്ട്. പിന്നെയും ഐ തിങ്ക് ഹൈ പോർഷൻസ് വരുമ്പോഴാണ് കുറച്ച് പുഷ് ചെയ്യുമ്പോൾ യുവർ ദ ശ്രുതി ഈസ് ബിക്കമിങ് സ്ലൈറ്റ്ലി ഷാർപ്പ്. അങ്ങനെ വളരെ ക്ലോസായി നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ബട്ട് എനിക്ക് ഓവറോൾ പാടിയത് ആ ഒരു ഫീൽ ഈ പാട്ടിനും മോൻ്റെ വോയിസും അത് നല്ലൊരു ചേർച്ചയുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർക്കാരനായ ഉണ്ണി സാറിന് തൃശ്ശൂർ സ്ലാങ് വരുമോ? ഒരു സ്ലാങ് വരത്തില്ല ഉണ്ണിക്ക്. വേറെ ഏതൊരു ഭാഷ കണ്ടുപിടിച്ചാ സംസാരിക്കും. അല്ല വരുമോ ഉണ്ണി സാർ? അത് അച്ഛൻ തൃശ്ശൂരാണ്, പക്ഷെ ഞാൻ അമ്മ പാലക്കാടുമാണ്. അപ്പൊ തീർന്നു. അപ്പോ തൃശ്ശൂർ സ്ലാങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവന്റെ കൂടെ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കടാ. എന്തൊക്കെയുണ്ട് സുഖ? തിരിച്ചു വെക്കെന്തേലും പിന്നെ ഫുഡൊക്കെ കഴിച്ചാ? ആ കഴിച്ചു. ഉണ്ണി കരയാന്നോ? പിന്നെ പരിപാടിക്ക് എങ്ങനെയുണ്ട്? നന്നായി പോണ്ട്. ഉഷാറാ. ഉഷാറാ. ഉഷാർ പക്ഷെ ഇതല്ലേ കോഴിക്കോടല്ലേ? ഗംഭീരായിട്ടുണ്ട് അല്ലേ? വരണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കും. ഓക്കെ ഷാനിക 8.5. ഓക്കെ, ശരത് സർ 10 മാർക്ക് എഴുതി വെച്ചിരുന്ന നിനക്ക് ഇമാര് റോങ് ഡേറ്റ ഇവിടെ കൊണ്ട് വരഞ്ഞു വിട്ടുകൊണ്ട് നിനക്ക് 8 മാർക്കേ ഉള്ളൂ. റോങ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തവന്. ഓക്കെ, ഉണ്ണി സർ ഓക്കെ, ടോട്ടൽ 17 മാർക്സ്.